യെസ്, സൂചിപ്പിക്കുന്ന പോലെ തന്നെ വെടിക്കെട്ട് അപകടങ്ങൾ ഇതിനു മുമ്പും കേരളത്തെ നടുക്കിയ അപകടങ്ങളുണ്ട്. അപ്പോഴെല്ലാം സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ കർശനമാക്കും എന്ന് നമ്മുടെ സംവിധാനങ്ങൾ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നു. പക്ഷേ അങ്ങനെ ആവർത്തിക്കുമ്പോൾ പോലും അതൊക്കെ എത്രത്തോളം പ്രായോഗികമാകുന്നുണ്ട് എന്നതാണ്. ഇപ്പോഴിതാ വി മുരളീധരൻ, BJP നേതാവ്, മുൻ കേന്ദ്രമന്ത്രി കൂടിയായ വി മുരളീധരൻ ഉൾപ്പെടെ ഉള്ളവർ ഈ അപകട സ്ഥലത്തേക്ക് എത്തുന്നു. അപകട സ്ഥലം സന്ദർശിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ആണ് കാണുന്നത്. പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ ഉണ്ട്. ഉല്ലാസ് ബാബുവിനെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. കേന്ദ്രമന്ത്രി ആയിരുന്ന വി മുരളീധരൻ ഉൾപ്പെടെയുള്ള BJP പ്രവർത്തകർ ആണ് ഇപ്പോൾ ഈ അപകട സ്ഥലത്തേക്ക് എത്തിയിട്ടുള്ളത്. അപകട സ്ഥലം അവർ സന്ദർശിക്കുകയാണ്. അതോടൊപ്പം പ്രവർത്തകരിൽ നിന്നും പ്രദേശവാസികളിൽ നിന്നുമൊക്കെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നു. നേരത്തെ ആശുപത്രിയിലെയും ഈ അപകടമേറ്റ് ചികിത്സയിൽ കഴിയുന്നവരെ അടക്കം BJP നേതാക്കൾ സന്ദർശിച്ചിരുന്നു. ഇപ്പോഴിതാ മുൻ കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള വി മുരളീധരൻ സംഭവ സ്ഥലത്തേക്ക്, അപകട സ്ഥലത്തേക്ക് എത്തുകയും അവിടെ സന്ദർശിക്കുകയും ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നേരത്തെ CV അനുമോദ് സൂചിപ്പിച്ചത് അനുസരിച്ച് ഇതൊരു ഒറ്റപ്പെട്ട പ്രദേശം എന്ന് തന്നെ പറയാം. പക്ഷേ മീറ്ററുകൾക്കപ്പുറം ജനവാസ മേഖല തന്നെയാണ്. ഇവിടെ ഒരു വയൽ മേഖലയാണ്. അവിടെയാണ് ഈ വെടിക്കോപ്പുകളെല്ലാം തന്നെ സൂക്ഷിച്ചിരുന്നത് എന്നതാണ്. വലിയ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് മാറിയാണ് പൊതുവെ ഇത്തരത്തിലൊക്കെയുള്ള വെടിക്കെട്ടിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധന സാമഗ്രികൾ സൂക്ഷിക്കാറ് ഉള്ളത്. അതിനുശേഷം ആ സമയത്ത്, അതായത് വെടിക്കെട്ടിൻ്റെ സമയങ്ങളിൽ ആണ് ഇവിടെ നിന്ന് ഈ സാധനങ്ങൾ നീക്കുകയും ചെയ്യുന്നത്. അങ്ങനെയും ചില ഘട്ടങ്ങളിലൊക്കെ നമുക്ക് അപകടങ്ങൾ സംഭവിച്ചതായി അറിയാം. ഈ വെടിക്കെട്ടിനുള്ള സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനിടെയും അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ കേരളത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ ഏതാണ്ട് ഒരു നൂറ്റാണ്ടിനിടെ നിരവധിയായ സ്ഫോടനങ്ങൾ ഇത്തരത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് നമ്മുടെ ചരിത്രം എന്നതാണ് ഓർമ്മിപ്പിക്കേണ്ടത്. കഴിഞ്ഞ ഒരു കാൽ നൂറ്റാണ്ട് പരിശോധിച്ചാലും നിരവധിയായ ഈ 2000-ന് ശേഷം പോലും എത്രയോ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. ഓരോ അപകടങ്ങൾ ഉണ്ടാകുമ്പോഴും സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ കർശനമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളൊക്കെ സ്വീകരിക്കാറുണ്ട് എന്ന് പറയുമ്പോൾ പോലും അപകടങ്ങൾ ആവർത്തിക്കപ്പെടുന്ന സാഹചര്യം ആണ് ഉള്ളത്. അപകട സ്ഥലത്തേക്ക് അങ്ങനെ കൂടുതൽ ആളുകൾ എത്തുന്നുണ്ട്. രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ എത്തുന്നുണ്ട്. നേരത്തെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തിയിരുന്നു. കെ രാജൻ, മന്ത്രി VN വാസവൻ, അങ്ങനെയുള്ള സംസ്ഥാനത്തെ മന്ത്രിമാർ അടക്കം ഉള്ളവർ എത്തിയിരുന്നു. ഇങ്ങനെ അപകട സ്ഥലത്തേക്ക് മുണ്ടത്തിക്കോട് അപകട നടന്ന ഇടം ആണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ ആണ് കാണുന്നത്. ഒരു പക്ഷേ മുൻ കേന്ദ്രമന്ത്രിയുടെ പ്രതികരണത്തിന് സാധ്യതയുണ്ട്. മാധ്യമങ്ങൾ പ്രതികരണം ആരായുന്നുണ്ട്. അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് എന്നതുകൂടി നമുക്ക് കേൾക്കാം. ഹലോ, ബിനു പിന്നെ ഓഡിയോ ഒക്കെ അല്ലേ? മുരളിയേട്ടപ്പം എന്താണ് ഇപ്പോൾ സ്ഥലം സന്ദർശിച്ചു കാര്യങ്ങളൊക്കെ? ഇന്നലെ ഇവിടെ ഉണ്ടായിട്ടുള്ള സംഭവം കേരളത്തെ മാത്രമല്ല രാജ്യത്തെ മുഴുവൻ നടുക്കിയിട്ടുള്ളൊരു സംഭവമാണ്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി തന്നെ ഈ സംഭവത്തിലുള്ള ദുഃഖവും അദ്ദേഹത്തിൻ്റെ വികാരങ്ങളും പ്രകടിപ്പിക്കുകയുണ്ടായി. കേരളത്തിൽ മാത്രമല്ല തൊട്ടപ്പുറത്തുള്ള തമിഴ്നാട്ടിലും ഈ കഴിഞ്ഞ ദിവസം ഇതുപോലെയുള്ളൊരു സംഭവം നടന്നു. കേരളത്തിലെ ഈ മേഖല, തൃശ്ശൂർ പാലക്കാട് ജില്ലയുമായിട്ട് ചേർന്ന് കിടക്കുന്ന ഈ മേഖല ഈ തരത്തിലുള്ള നിരവധി സംഭവങ്ങൾക്ക് കഴിഞ്ഞ കാലങ്ങളിലും സാക്ഷ്യം വഹിച്ചിട്ടുള്ളതാണ്. പുറ്റിങ്ങൽ ദുരന്തം ഉൾപ്പെടെയുള്ള നിരവധി ദുരന്തങ്ങൾ നമ്മുടെ കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. സംഭവങ്ങൾ നടക്കുമ്പോൾ അതിനെ തുടർന്ന് സർക്കാരുകൾ അത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം നടത്താറുമുണ്ട്. പക്ഷേ അന്വേഷണങ്ങൾക്ക് ശേഷം തുടർ നടപടികൾ ഉണ്ടാകാത്തതിൻ്റെ ഫലമായിട്ടാണ് ഈ തരത്തിലുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കുന്നത് എന്ന് സർക്കാരുകൾ തിരിച്ചറിയണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.
മരണപ്പെട്ടവരുടെ ഈ വെടിക്കെട്ട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ വെടിക്കെട്ട് നിർമ്മാണ സാമഗ്രികളുടെ നിർമ്മാണത്തിന് ഇടയുണ്ടായ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ആണ് ഇപ്പോൾ മുൻ കേന്ദ്രമന്ത്രി കൂടി ആയിട്ടുള്ള വി മുരളീധരൻ പ്രതികരിക്കുന്നത്. ഇടവേള. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.